Hello my dear people, welcome back to another video. By the way, ഇന്ന് നമ്മൾ കുറച്ച് റീൽസ് റിയാക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എടുക്കട്ടെ ഞാൻ. This is greenhouse cleaning liquid. ഇവനെ കാണുമ്പോഴുണ്ടല്ലോ എന്റെ ഈ പെരുവരലിയും ഇങ്ങനെ പരിച്ചങ്ങോട്ട് വരും. This is greenhouse cleaning liquid. ഇവനെ ഞാൻ 2 വട്ടം ഞാൻ റിയാക്ട് ചെയ്തായിരുന്നു. പച്ച വീട്ടിൽ മൊണ്ണ ഇവനെ ഞാൻ ആദ്യം ഒരു വട്ടം റിയാക്ട് ചെയ്ത് അവൻ എന്നെ തിരിച്ചങ്ങ് വായി തരാൻ നോക്കി. ഞാൻ അവന് അന്നേരം ഒരു സാധനം അങ്ങോട്ട് കൊടുത്ത്, അയ്യോ അതിൻ്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആ കമന്റ് ആയിരുന്നു കിട്ടില്ല കമന്റ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ്. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം കമന്റ്. വാ വഴി അങ്ങ്. അപ്പൊ അവന്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. This is greenhouse cleaning liquid getting poured on the banana. Now let's wash this thoroughly. അവന്റെ പഴം ഇതിനകത്ത് എന്തുവാ അവന്റെ ഗ്രീൻ ഹൗസ് ലിക്വിഡ് ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന അതിമനോഹരമായ ഒരു വീഡിയോ. Now we are gonna taste this with some freshly prepared papadam. We are gonna taste this thing with the പായസം. അവൻ പറയുക അവനെ അങ്ങ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പഴം എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ഫുഡ് സബ്സ്റ്റൻസ് അല്ലേ? ഇത് എങ്ങനെയാണ് നിനക്ക് നിന്റെ ഗ്രീൻ ഹൗസ് സാമാനം വെച്ച് കഴുകാൻ തോന്നുന്നത്? This is greenhouse cleaning liquid. ആ ലിക്വിഡ് ഒഴിച്ച് എങ്ങനെയാ ഇത് കഴുകുന്നേ? ഇത് കഴിക്കാനുള്ളത് തന്നെയല്ലേ ഇത്? അതിന്റെ മെത്തേഡ് എന്താണ്? അപ്പൊ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവന്റെ ആ ഒരു പഴം ഉണ്ടല്ലോ, പഴത്തിൽ നമ്മൾ വളരെ വൃത്തിയാക്കിയ ഒരു സാധനം, ഒരു കവർ നമ്മൾ ഇങ്ങനെ ഇടുക. ഇങ്ങനെ കണ്ടോ, പഴത്തിനകത്ത് ഇടണം. അപ്പൊ ഇങ്ങനെ ഇടുന്നതോടുകൂടി ഈ പഴത്തിന്റെ പുറവശത്ത് നമുക്ക് നമ്മുടെ ലിക്വിഡ് ഒഴിച്ച് അവന്റെ ആ കോപ്പ് ഒഴിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാമാനം ഒഴിച്ച് കഴുകാം. കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴത്തിനകം പിന്നെ ഒരു കാരണവശാലും നമ്മുടെ പുറത്തുമായിട്ട് ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് ജേംസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിന്റെ ഈ പഴം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ബാക്കിയുള്ളവരുടെ പഴത്തിൽ തട്ടി ആ പഴത്തിനകത്ത് ജേംസ് പകരത്തില്ല. പിന്നെ എൻ്റെ പഴം ഇച്ചിരി വലുതായതുകൊണ്ട് ഈ കവർ അതിനകത്ത് മര്യാദയ്ക്ക് കയറുന്നില്ല. നിന്റെ ചെറിയ ഞാലിപ്പൂവിനകത്ത് കയറാനൊക്കെ ഇതുപോലുള്ള ഒരു കവർ മതി, ചെറിയ കവർ മതി, കുഴപ്പമില്ല. നിന്റെ ഇരിക്കുന്ന ഞാലിപ്പൂവിനകത്തൊക്കെ മതി. അതായത് ഈ പഴത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഒരു പ്രൊട്ടക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്റെ പഴം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കേണ്ട ആവശ്യം വരത്തില്ല. പഴം ആവശ്യമുള്ളപ്പോൾ തൊലിക്കാനായിട്ട് ആവശ്യമുള്ള സമയത്ത് ഈ കവർ ഊരി കളഞ്ഞിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അപ്പോൾ ഇതുപോലെ വലിക്കാൻ പറ്റുന്ന ഓരോ കവറുകളൊക്കെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. അപ്പോൾ അത് 2 വാങ്ങിച്ചിടുക. അപ്പോൾ ഇതുപോലുള്ള പഴപ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകത്തില്ല. പിന്നെ പഴങ്ങളിൽ ഇതുപോലെ ജേംസ് കയറിയ പഴങ്ങൾ പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഗ്രീൻ ഹൗസ് ലിക്വിഡ് എപ്പോഴും കളയേണ്ട കാര്യമില്ല. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ലേ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് കളയേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത വീഡിയോയിലോട്ട് പോകാം. അടുത്ത വീഡിയോ ആരാ? ആരാമൻ. ഹലോ ഫ്രണ്ട്സ്, അടുത്ത ശിവമയം വീഡിയോ ആണ്. ശിവമയം ഒരു ശിവന്റെ കടുത്ത ഒരു ആരാധനാണ്. ഇവന്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാനങ്ങ് ശിവന്റെ ആരാധകനായി പോയി. എന്തൊക്കെയാ ഇവൻ ചെയ്യുന്നേ? കൊച്ചെറുക്കൻ അവന്റെ വീഡിയോ കാണാം നമുക്ക്. ഫ്രണ്ട്സ്, അടുത്ത ശിവമയം വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ശിവമയം എന്ന് പറയുമ്പോൾ ശിവൻ ഭയങ്കര ഡേഞ്ചർ ആളാണ്, ഭയങ്കര പവർഫുൾ ആളാണ്, ഭയങ്കര ദൈവങ്ങളിൽ തന്നെ ഇപ്പൊ പോപ്പുലർ. എന്തോന്ന് പങ്കര? എടാ നീ 100 തവണ എംബോസിഷൻ എഴുതിയിട്ട് വന്നാ മതി. ഭയങ്കരം, മനസ്സിലായോ? പങ്കര അല്ല, പങ്കര പോലും. എന്തോന്ന് പങ്കര? ഫാൻസ് കൂടിയ ഒരു സൈസ് ദൈവമാണ് ശിവൻ എന്ന് പറയുന്ന ആള്. ഫാൻസ് കൂടിയ ഒരു സൈസ് ദൈവവും എന്തോടെ? അയ്യോ, ചെള്ളയില് നക്ഷത്രമൊക്കെ അടിച്ചോണ്ട് വന്ന് ഇരിക്കുക അവര് ഓരോന്ന് പറയാൻ. അവൻ പറയുന്നത് ഇതെന്തോ അല്ല, പക്ഷെ പെട്രോളോ മണ്ണെണ്ണ എങ്ങാണോ ആണോ കൂടിയ ഒരു സൈസ് ദൈവമാന്ന് പോലും.
ശിവൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ആളാണ്, പക്ഷെ നീറ്റ് കക്ഷി. ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര പവർഫുൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരന്റെ ദേഷ്യമൊക്കെ ഭദ്രാളിന്റെ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ദേഷ്യമൊക്കെ അവിടെ കുറയാണ്. ഭയങ്കര പേടിയാണ് കേട്ടോ. ഭദ്രാളി വന്നു കഴിഞ്ഞാൽ തന്നെ ശിവ അനങ്ങാതെ കമന്ന് കിടന്നു. അതാണ് ശിവന്റെ മെത്തേഡ്. അയ്യോ, ഭദ്രകാളി വന്നു കഴിഞ്ഞാൽ ശിവ അനങ്ങാതെ വിട്ടാതെ കമന്ന് കിടന്നു കൊടുക്കും. എന്തുകൂടെ ഈ പറയുന്നത്? എടാ, നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നോണ്ട് നീ രക്ഷപ്പെട്ടു. നോർത്ത് ഇന്ത്യയിലെങ്ങാനും പോയി പറഞ്ഞായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവന്മാര് ഗ്രില്ല് ചെയ്തേനെ നിന്നെ. ശിവൻ ഭയങ്കര ഡേഞ്ചർ ആളാണ്, ഭയങ്കര പവർഫുൾ ആളാണ്. ഭദ്രകാളിയുടെ മുമ്പിൽ വരുമ്പോ ശിവൻ പാവുക, മിണ്ടാതെ കമന്നങ്ങ് കിടക്കുന്നു. ഏതറിയവൻ? അതിന്റെ മെത്തേഡ് എന്താണ്? അതിന്റെ ഒരു കഥയുണ്ട്, അതിനെ പറ്റിയൊക്കെ അറിയണം. അതിന്റെ ഒരു കഥ ഉണ്ട്. അളിയന് കഥയൊന്നും അറിയത്തില്ല. അളിയന് സതീദേവിയെ പറ്റിയോ അല്ലെങ്കിൽ പാർവതിയെ പറ്റിയോ ശിവൻ കാത്തിരുന്നതിനെ പറ്റിയോ ഒന്നും പുള്ളിക്ക് വലിയ ധാരണയൊന്നുമില്ല. പുള്ളി പക്ഷെ ശിവമയമാണ്. ശിവൻ എന്തോ വലിയ സംഹാരമൂർത്തിയാണ്. അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണ് അദ്ദേഹം. ശിവൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ആളാണ്, പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര പവർഫുൾ ആണ്. ശിവൻ ഇപ്പോഴും ജീവനോടെ അവന് വെച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. അതാണ് ശിവന്റെ മെത്തേഡ്. അതിന്റെ മെത്തേഡ് എന്താണ്? അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്തത് ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. ഒരു ആനയുടെ കാലെടുത്ത് അവൻ അവന്റെ നെഞ്ചാമൂട്ടി വെച്ചിട്ട് അവൻ പറയുക അവന് ജീവിക്കാൻ കൊതിയുണ്ട് പോലും. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. എടാ, നീ ജീവിക്കണ്ട. ഇവൻ ജീവിച്ചിട്ട് കാര്യമില്ല. അവൻ മരിക്കാനുള്ളവനാണ് ഇവൻ. ആനയുടെ കാലിലടെ പോയി കിടന്നിട്ട് പറയാന്നേ എനിക്ക് ജീവിക്കണം. ഇങ്ങനെ കിടക്കുക, നെഞ്ചത്തിരിക്കുക കാര്യം. ഇതൊക്കെ എന്തൊരു ജന്മം, എന്തൊരു മനുഷ്യന്മാരുടെ അതൊക്കെ. അടുത്ത വീഡിയോയിലിട്ട് പോകാം. എന്തുമായാലും റീൽ ഇപ്പൊ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിരിക്കാനുള്ള വക മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് ടാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ റീലുകളൊന്ന് അയച്ചു തരുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി പെട്ടെന്ന് രാവിലെ പുട്ടായിരുന്നല്ലോ. എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാമായിരുന്നു. ആനയുടെ കാലിന്റെ കീഴിൽ പോയി കിടന്നിട്ട് അവന് ജീവിക്കണമെന്ന്. നീ ഇനി ജീവിക്കണ്ട. ആന മനസ്സറിഞ്ഞൊന്ന് തുമ്മിയാലുണ്ടല്ലോ അവൻ ചപ്പാത്തിയാവൻ. അടുത്തത് എന്തായാലും മാർച്ച് 1 മുതൽ സീരിയസ് ആയിട്ട് നമ്മള് ജില്ല വിട്ടുള്ള ആലോചന. അയ്യോ, അടുത്ത താരം രണ്ടണ്ണന്മാരൂടെ കേരളത്തിൽ കിടന്നങ്ങ് മെഴുകുക. ഇവന്മാര് രണ്ടും കൂടെ എന്തുവാ മെഴുകുക. പെരേരയും അലൻ ജോസ് പെരേരയും പിന്നെന്തോ ആറാട്ടണ്ണനും. ഇവന് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി പാൻ ഇന്ത്യയിൽ പെണ്ണന്വേഷിച്ച് ഇറങ്ങാൻ പോവുക. പാൻ ഇന്ത്യ നടിമാര് അങ്ങനെ എല്ലാവരെയും. ഒരുത്തരുണ്ടായിരുന്നു, അവന് മറ്റേവരെ കെട്ടണം മറിച്ചവരെ കെട്ടണം. അവസാനം ഇവരെയൊക്കെ കെട്ടണമെന്ന് പറഞ്ഞ ഇപ്പൊ ഇവനായിട്ടുണ്ട്. 23 വയസ്സ് 24 വയസ്സെങ്ങാണ്ടേ ഉള്ളു ഇവന്. ഇവനിപ്പൊ കെട്ടാൻ നടക്കുകയാണ്. ബാക്കിയുള്ളവർ കെട്ടിയിട്ടില്ല. അപ്പോഴാണ് എനിക്ക് എന്നല്ല കേട്ടോ. ഓക്കെ, ഇത് അപ്പൊ അലിൻ ജോസ് പെരേര ഈ വീഡിയോ കണ്ടിട്ട് നീ കരഞ്ഞാലും വേണ്ടില്ല, നീ ഈ പ്രഹസനം നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എടാ, നിനക്ക് പെണ്ണ് കിട്ടത്തില്ല. കേരളത്തിൽ നിന്നല്ല, നിനക്ക് ഈ ലോകത്തുനിന്ന് കിട്ടത്തില്ല. കാരണം നീയും ഈ പറയുന്ന ആറാട്ടണ്ണനും ഈ അലിൻ ജോസ് പെരേര ആറാട്ടണ്ണനും തമ്മിലുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ പുള്ളിയും കല്യാണം കഴിച്ച് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക. എന്തിനാണ് നീ വേറൊരാള്? നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചൂടെ നിങ്ങൾക്ക്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്കീമിലോട്ട് പോകട്ടോ. ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ കേട്ടോ. അലിൻ ജോസ് പെരേരെ ഇനി മേലാ പെണ്ണ് ചോദിച്ച് ഈ കേരളത്തിലെങ്ങും നടന്നേക്കുന്ന കണ്ടറിക്കരുത്. അവന്റെ വിചാരം എന്തു? അവൻ സൂപ്പർ സ്റ്റാർ. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടതാ, കല്യാണത്തിന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചേക്കുന്നു ഇവനെ പെരേര്. എന്തുവാണ് ഇവിടെ നടക്കുന്നത്? അത് പിന്നെ കൂട്ടുകാർ പണിയെടുത്തത് വേറെ കാര്യം. അവന്റെ വിചാരം ഉണ്ടല്ലോ, അവൻ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നാ. താഴെ മറ്റേ ഡിസ്ക്രിപ്ഷനിലൊക്കെ എഴുതിയിരിക്കുന്നതാണ്. സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേര ഡാൻസിങ് ഇൻ ദ ഫ്ലോർ. അടുത്ത വീഡിയോയിലേക്ക് പോകാം. ബൈക്കിനെയല്ലേ, ഒരു സ്പ്ലെൻഡറിനെ അല്ലേ? എന്താ അവനാ ചെയ്യുന്നേ? ദാരിദ്ര്യം.
ഇവൻ മറ്റേ സാധന പെണ്ണിന് പകരം വണ്ടിയെ പ്രണയിച്ചവൻ. നിങ്ങളുടെ കൂട്ടത്തിലും കാണും ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ. പക്ഷെ ഈ സൈലൻസർ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ നമുക്ക് കേട്ടുപരിചയമെങ്കിലും ഉണ്ട്. പക്ഷെ ഇത് വണ്ടി എടുത്ത് നിർത്തി, അവൻ മൂത്ത് നിർത്തി. അവൻ എന്തൊക്കെ ജാതി. മലയാളികളെ മാത്രം ഊക്കിയാൽ പോരല്ലോ, നോർത്ത് ഇന്ത്യൻസിനെ ഊക്കണമല്ലോ. അതുകൊണ്ടാണ് ഇവനെയൊക്കെ എടുത്തിരുന്നത്. സ്പ്ലെൻഡർ ഇനി നാളെ പ്രസവിക്കുമോ എന്ത്, അപ്പൊ എടുത്തു നിർത്തിയൊക്കെയാ അവൻ. ഇവനൊക്കെ എന്താ വേണം, അവൻ എവിടുന്നെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു തുള കണ്ടാ മതി. കാമക്കണ്ണന്റെ ഒക്കെ കാര്യം. അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ശിവമയം. ഒരു ശിവന്റെ കടുത്ത ഒരു ആരാധനാണ് ഞാൻ. മുമ്പ് അതണക്ക് വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്, അഗോരി വേഷമൊക്കെ കെട്ടിയിട്ടുള്ളതാണ്. അഗോരി വേഷമൊക്കെ കെട്ടിയിട്ടുണ്ടവൻ അടുത്ത ശിവമയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരു ശിവന്റെ കടുത്ത ഒരു ആരാധനാണ് ഞാൻ. മുമ്പ് അതണക്ക് വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്, അഗോരി വേഷമൊക്കെ കെട്ടിയിട്ടുള്ളതാണ്. അതിനിപ്പോ ഞങ്ങളെന്തോ വേണം? ഇയാൾ അഗോരി വേഷം കെട്ടിയതിനിപ്പോ ഞാൻ എന്തോ വേണം? നിർത്തിക്കോ നീ, കൊന്തയിട്ട ശിവനാ. ഓ സോറി, ഞാൻ അതിലേക്ക് ചിന്തിക്കണമായിരുന്നു. ജാതി മതമൊക്കെ മനുഷ്യർക്കല്ലേ, ദൈവത്തിന് എന്ത് ജാതി മതം അല്ലേ? എന്നാലും കൊന്തയൊക്കെ കുറച്ചൊക്കെ. പിന്നെ അതണക്ക് പറയണമെങ്കിൽ കുംഭമേള എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്തുവാണോ എന്താ, അത് ഹിന്ദിക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. എന്തൊരു അർത്ഥ കുംഭമേള നിനക്കറിയത്തില്ലേ? കുംഭമേള എന്തോന്ന് അറിയത്തില്ലയോ അവന്? എടാ അതാണ് നിന്റെ പ്രശ്നം. എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായേ, നിനക്ക് കുംഭമേള അറിയാത്തതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കുംഭമേള ഞാൻ പറഞ്ഞത്. കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ നമ്മുടെ മേളയ്ക്ക് കുമ്പളപ്പം വിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാകത്തില്ല. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. അപ്പൊ ഈ കുടുംബശ്രീ ചേച്ചിമാര് കുംഭമേള എന്ന് പറയുന്നത്, ഈ കുടുംബശ്രീ ചേച്ചിമാര് കുമ്പളപ്പം മേളയ്ക്ക് വിൽക്കുന്നതിനാണ് നമ്മൾ കുംഭമേള എന്ന് പറയുന്നത്. ഇനി നീ കണ്ടിട്ടില്ലെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തിൽ പോയിട്ട് അടുത്ത മേള എപ്പോഴാന്ന് അന്വേഷിക്കുക. അവിടെ കുമ്പളപ്പം വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കുംഭമേള. ഇനി മേള ആര് ചോദിച്ചാൽ കഴിഞ്ഞാലും തെറ്റിക്കരുത്, കൃത്യമായിട്ട് പറഞ്ഞോണം. ഓക്കെ കേട്ടോ? ശിവന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു കുമ്പളപ്പം. അങ്ങനെയാണ് ഈ കുടുംബശ്രീ ചേച്ചിമാര് കുംഭമേളയിലേക്ക് എത്തുന്നത്. അവന്റെ നമുക്ക് അതിനെ പറ്റിയൊന്നും വിവരമില്ല. അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. അവനാണ് നരൻ. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട. നരൻ നരൻ ഇവക്ക് യോഗ്യനായ ഒരു ചെക്കനെ കിട്ടും. എന്തുവാ ഇവന്റെ പ്രശ്നം? എന്തുവാ? അപ്പുറത്തിരിക്കുന്ന കോഴിയെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും? ബക്കറ്റ് കോഴി പോകുന്നുണ്ടോ? ക്രിയേറ്റിവിറ്റി അറ്റ് ഇറ്റ്സ് പീക്കാണ് പുള്ളി എന്ന് പറയുന്നത്. ഒരു കറുത്ത തുണിയും വലിച്ചു കെട്ടി അവനങ്ങ് അഭിനയിക്കുക. അവൻ ആ കോഴി വിചാരിക്കുന്നുണ്ടോ പണ്ടാരടക്കം ഈ കാലന്റെ വീട്ടിൽ ജീവിക്കുകയും വേണം. അവൻ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണുകയും വേണം, അവന്റെ കൂടെ ഇതിന് നിൽക്കുകയും വേണം. ആ കോഴി ഇറക്കി വിടുന്നേ, കോഴി ശാപം കിട്ടും ചെറുക്കാൻ നിനക്ക്, നരം പോലും. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട. എനിക്കിതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. ഇത് എന്തുവാ ഇത്? ആ കഴുത്തേ കിടക്കുന്ന കയറിന് അത്യാവശ്യം നീളവും ബലവും ഉണ്ടെങ്കിൽ നല്ലൊരു ഫാൻ നോക്കി കെട്ട്, തീരട്ട് ഉണ്ടാരം. അടുത്ത വീഡിയോയിലോട്ട് പോവാം. ചേട്ടൻ 10-30 കൊല്ലായിട്ട് അഞ്ഞൂറ്റിക്കാരെ പണിയാൻ ബോംബെയിൽ ഒരു ബ്രഹ്മാസ്ത്ര സെറ്റ് വെച്ചിട്ടുണ്ട്. അവനിങ്ങർക്ക് ഇപ്പം കളിക്കാൻ ഇറക്കിയ ഗ്രൗണ്ട് സപ്പോർട്ട് ഞങ്ങൾ തരും. കോച്ചേരിയിലെ രാജമ്മൻ എവിടെ ഉണ്ട്? വലിയേട്ടൻ ഉപ്പിലിട്ടത്. കോച്ചേരിയിലെ രാജമ്മൻ എവിടെ ഉണ്ട്? മെസ്സ് അണ്ണ കടിച്ചു പിടിച്ചേക്കുന്ന കണ്ടോ? ചുണ്ടൻ വെള്ളം കടിച്ചു പിടിച്ച അണ്ണ അഭിനയിക്കുന്നത്. അണ്ണൻ പറയുന്ന ആ വള്ളത്തിന് എത്ര രൂപ വില ഞാൻ എടുക്കാം. അണ്ണൻ പറയുന്നതാ റേറ്റ്. അണ്ണന്റെ ചുണ്ടൻ വെള്ളം കണ്ടോ? ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ. എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ എഡിറ്റർ പറഞ്ഞത്, അണ്ണ ഇത് ഭീഷ്മപർവ്വം അല്ലേ? അപ്പൊ ഞാൻ വലിയേട്ടം വരെ പോയതേ അങ്ങനെ ചുണ്ടിന്റെ മേളിൽ ഇരിക്കുന്ന കൊതുമ്പുവെള്ളം കണ്ടിട്ടാ. അതുകൊണ്ടാണ് ഞാൻ അവിടെ വരെ പോയത്. പിന്നെ ഭീഷ്മയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. വലിയേട്ടനായിട്ടോ പറ്റുന്നില്ല. പിന്നെ ഭീഷ്മ ഞാൻ എങ്ങനെ പറയും? ഭീഷ്മ വെച്ച് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യും. ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. അതുകൊണ്ട് ആ വീഡിയോ എടുത്തിട്ടോളാം ഞാൻ പറഞ്ഞു.
ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഇവിടെ കഴിയുകയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചുണ്ടൻ വെള്ളവും കോഴിയും പിന്നെ ശിവമയവും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ടാവും. കേരളത്തിലാവുമ്പോൾ ഇതുപോലുള്ള പ്രായങ്ങൾക്കൊന്നും പഞ്ഞമില്ലല്ലോ. സൈലൻസറിനെ വിട്ട് ബൈക്കിനെ എണീച്ച് നിർത്തി അടിക്കുന്നവൻ, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇനി ഇന്നത്തെ ഡോറയുടെ പ്രയാണത്തിലൊക്കെ പറയുന്നത് പോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പച്ച വീട്ടിലിന്റെ ആ ഒരു കഴിവലാണ്. ആ കഴിവലിൽ നിന്ന് ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടി, അവരുടെ പഴത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യുക, പഴം കണ്ടാമിനേറ്റഡ് ആയി പോവാതിരിക്കട്ടെ. അതുപോലെ തന്നെ അത് ആവശ്യമെന്ന് തോന്നുമ്പോൾ, ആവശ്യം വരാതിരിക്കുമായിരിക്കും, ആവശ്യം വരുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആ കവർ ഊരി അത് ഉപയോഗിക്കുക. അതിനുശേഷം പിന്നെയും അത് കവർ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഒരുപാട് ഐഡിയസുമായി ഞാൻ ഇനിയും വരുന്നുണ്ടാവും. Till then, this is Mr. B signing off. Bye-bye.